പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻറ്റിയമ്മയുടെ നീക്കങ്ങൾ നിർണായകമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേ തുടർന്ന് മാനസ ആൻറ്റിയമ്മയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ആൻറ്റിയമ്മ, കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. ഒരിക്കലും ഇനി കൺമണിയും കൃഷും ഒന്നാവുകയില്ല. കൺമണി ആകെ മാനസികമായി തകർന്നു കഴിഞ്ഞു. ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മ, അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടെ വേണം മുന്നിലേക്ക് പോകാൻ. മണ്ടത്തരമൊന്നും കാണിക്കാൻ പാടില്ല. കൃഷിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ. അത് ഞാൻ ഏറ്റു ആൻറ്റിയമ്മ. കൃഷിന് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഞാനത് വിട്ടുകളയുമോ? ഒരിക്കലുമില്ല. കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെയേ ഇനി ഞാൻ പോകൂ. കൃഷ് എൻ്റെ ഭർത്താവായി എൻ്റെ കൂടെ തന്നെ വേണം. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കൃഷിനെ അല്ലാതെ മറ്റൊരാളെ ഇനി ഞാൻ എൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ തീരുമാനം എടുത്ത് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ആ കൺമണിയെ ഒതുക്കിയേ പറ്റൂ. എന്നാൽ മാത്രമാണ് കൃഷിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. നീ ആദ്യം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൃഷിനെ കൂടുതൽ നിന്റെ അരികിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നതാണ്. കൺമണിയിൽ നിന്ന് അവനെ അകറ്റി നിർത്തണം. ശരി ആൻറ്റിയമ്മ. ആൻറ്റിയമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാം. എൻ്റെ വിവാഹം ആൻറ്റിയമ്മയുടെ കയ്യിലാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. ആൻറ്റിയമ്മ കൃഷിനെ എൻ്റെ ഭർത്താവായി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നാൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ മാനേജ് ചെയ്തുകൊള്ളാം. അത് ശരിയാക്കാം. കൃഷ് ഇപ്പോൾ എങ്ങനെയാണ് നിന്നോട്? കൃഷിന്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല എന്നതാണ് സത്യം. കൃഷ് എന്നിൽ നിന്ന് അകന്നു തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ പരമാവധി കൃഷിനെ എൻ്റെ അരികിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും കൃഷ് അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. തോൽവി സമ്മതിക്കരുത്. മനസ്സിലായോ? നീക്കങ്ങൾ ശക്തമായി തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകണം. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഞാൻ പറഞ്ഞേക്കാം. ശരി ആൻറ്റിയമ്മ. ആൻറ്റിയമ്മ മുന്നിൽ നിന്ന് നയിച്ചാൽ മാത്രം മതി. ആ, തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇത് മതി. ഇനി എന്താണ് ഇപ്പോൾ കൃഷി ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. കൃഷിന്റെ മനസ്സ് മാറിയാൽ തിരിച്ചടി ഉണ്ടാവുക നമുക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യണം. എന്തായാലും നോക്കാം എന്ന് പറഞ്ഞ ആൻറ്റിയമ്മ പോയിരിക്കുകയാണ്. ഇതേ സമയം ഗോകുൽ ചെന്ന് കണ്ടിരിക്കുകയാണ് അപ്പയെ. അപ്പ, വരുണുമായുള്ള വിവാഹത്തിന് അപ്പ സമ്മതിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ എന്തു പറ്റി അപ്പ? പെട്ടെന്നൊരു മാറ്റം. ക്രിഷ് സാറിനെ അപ്പ എന്താ ഉപേക്ഷിക്കുകയാണോ? ക്രിഷ് സാറോ? നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കരുത് ഗോകുൽ. ഓരോരുത്തർക്കും വിധിച്ചതുണ്ട്. നമ്മൾ അതിൽ കവിഞ്ഞ് ആഗ്രഹിച്ചിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. എന്താ അപ്പ അങ്ങനെ പറയുന്നത്? നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല ഗോകുൽ. ഞാനത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. മറന്നുപോയി കുറെ കാര്യങ്ങൾ. നമ്മളുടെ സ്റ്റാൻഡേർഡ് എന്താണ് എന്നൊക്കെ ഇപ്പോൾ എനിക്കതെല്ലാം മനസ്സിലായി. ക്രിഷ് സാറിന്റെ സ്നേഹവും എന്തിനായിരുന്നു എന്നൊക്കെ. അപ്പ അധികം വിഷമിക്കല്ലേ. എന്തിനും ഏതിനും കൂടെ ഞങ്ങളുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവും അപ്പയ്ക്ക് വേണ്ട. അപ്പ ഇങ്ങനെ കരയരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
എന്തായാലും ക്രിഷ് സാർ ചതിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതല്ലടാ, ക്രിഷ് സാറിന് പറ്റിയ പെൺകുട്ടി ഞാനല്ല, മാനസ തന്നെയാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ പറയുന്നത്. ക്രിഷ് സാർ സന്തോഷത്തോടെ സുഖമായി ജീവിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതും പറഞ്ഞ് കൺമണി കരയുകയായി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.